RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 30 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 30 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ചില ടീമുകൾക്കൊക്കെ നല്ല ചിരിയും സന്തോഷമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആർക്കൊക്കെയെന്ന് ചോദിച്ചാൽ ആഴ്സണലിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും മറ്റാർക്കാ അതിൽ ചിരി വരാതിരിക്കുക, മറ്റാർക്കാ ചിരിക്കാൻ കഴിയുക? എല്ലാവരും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി, ആസ്റ്റൺ വില്ല, ലിവർപൂള്, ചെൽസി, അങ്ങനെ പോയിന്റ് ഡ്രോപ്പുകളുടെ ഘോഷയാത്രയാണ്. ആ സമയത്താണ് കിടിലൻ 3 പോയിന്റ് കരസ്ഥമാക്കിയിട്ട് ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്നാം സ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ആസ്റ്റൺ വില്ലയൊക്കെ താഴെ ഇറക്കി. അതേപോലെ തന്നെ ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം 9 ആക്കി കൂട്ടാൻ പറ്റിയിരിക്കുന്ന കാര്യമാണ്. അവര് ചിത്രത്തിൽ 9 ആണെങ്കിലും പേപ്പറിൽ 6 പോയിന്റ് ലീഡ് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം. ഒരു കളി കൂടുതൽ കളിച്ചിട്ട് 31 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾസ് ആയിട്ടുള്ള കളിയിൽ ഒരു സമനില നേടിയിട്ട് അവര് ഒരു പോയിന്റ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇനി എന്തായാലും 8 മത്സരങ്ങൾ, ആഴ്സണൽ നോക്കുകയാണെങ്കിൽ 7 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പോയിന്റ് ടേബിളിലേക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 21 വിജയവും 7 സമനിലയും 3 തോൽവി അടക്കം 70 പോയിന്റുമായിട്ട് ആഴ്സണലാണ് തലപ്പത്ത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ തലപ്പത്തിരിക്കുന്ന ആഴ്സണലാണ്. 22 ഗോളുകൾ വഴങ്ങിയപ്പോൾ 61 ഗോളുകളാണ് അടിച്ചുകൂട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചുകൂട്ടിയിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ്. സിറ്റി അവസാന മത്സരത്തിൽ 2 പോയിന്റ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു, സമനിലയും കൂടെ ആയിട്ട്. 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത 18 വിജയവും 7 സമനിലയും 5 തോൽവി അടക്കം 61 പോയിന്റുമായിട്ട് 9 പോയിന്റ് വ്യത്യാസം. 60 ഗോളുകൾ അടിച്ചപ്പോൾ 28 ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അവസാന മത്സരങ്ങളിലൊക്കെ ഗോൾ അടിക്കാൻ സിറ്റി വല്ലാണ്ട് കഷ്ടപ്പെടാണ്. റയൽ മാഡ്രിഡിന്റെ മത്സരം, അവസാന ലീഗ് മത്സരങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. മൂന്നാം സ്ഥാനത്തുള്ളത് സാക്ഷാൽ ചെകുത്താൻമാർ. ഈ ചങ്ങായിമാര് കഴിഞ്ഞ അവസാനത്തെ മത്സരത്തിൽ എന്താണ് ആസ്റ്റൺ വില്ലയെ കാണിച്ചത്? 3-1 കിട്ടിലൻ വിജയമാണ്. മൈക്കൽ കാരിക്കിന്റെ കീഴിൽ ചങ്ങായിമാര് അടുത്ത 5 കണ്ടിന്യൂസ് വിജയത്തിലേക്ക് പോവാണ്. ഇതുവരെ കാരിക്കിന്റെ അണ്ടറിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു കളി മാത്രം സമനിലയായിട്ടുണ്ട്. ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ വിജയിച്ചിരിക്കുകയാണ്. ഇനി 5 മത്സരം ആവാൻ ഇനി ഒരു മത്സരം കൂടി കഴിഞ്ഞാൽ 5 കണ്ടിന്യൂസ് മത്സരമായ ചങ്ങായിയുടെ മുട്ടി അങ്ങോട്ട് കുറിച്ചു കൊടുക്കാം. മൈക്കൽ കാരിക്ക് ഒരുമ്പെട്ട് തന്നെ അറിയിരിക്കുന്നത്. ഈ ചങ്ങായിനെയാണോ താൽക്കാലികമായിട്ട് നിങ്ങൾ നിയമിച്ചിരിക്കുന്നത്? ഈ ചങ്ങായിനോട് ഉറപ്പിക്കണോ 2-4 കൊല്ലത്തിന് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യ്. എന്തിനാണ് കാത്തിരിക്കുന്നത് പുതിയൊരു കോച്ചിന് വേണ്ടിയിട്ട്? ഇനി ആര് വരുന്നട്ടാ? ആര് വന്നോട്ടെ? ഇമാതിരി ഒരു ടീമിനെ ഇവിടെ കൊണ്ടെത്തിച്ചില്ല. 7ാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. 20 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 3ാം സ്ഥാനത്താണ് കിടക്കുന്നത്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതും തുടർച്ചയായ വിജയങ്ങൾ, അതിന്റെ ഇടയിൽ ഒരൊറ്റ സമനിലയാണ്. തോൽവി അറിയാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 30 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 15 വിജയവും 9 സമനിലയും 6 തോൽവി അടക്കം 54 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ള സിറ്റി ആയിട്ട് 7 പോയിന്റ് വ്യത്യാസമുണ്ട്. 2 കളി അങ്ങോട്ട് ജയിച്ചു കഴിഞ്ഞാൽ സിറ്റിക്ക് എന്തെങ്കിലും കലടറി കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവർക്ക് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അവർക്ക് ഇനി വേറെ ഒന്നും ഇല്ല. അവർക്ക് FA കപ്പ് ഇല്ല, കരബാവ് കപ്പ് ഇല്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇല്ല. അപ്പോൾ ആകെയുള്ള ഒരു ചാൻസ് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് അടുത്ത സീസണിൽ. അതും പരമാവധി ജയിക്കാവുന്ന കളികളൊക്കെ ജയിച്ചിട്ട് മുന്നോട്ട് പോകാന്നുള്ള കാര്യം തന്നെയാണ്. 4ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയ്ക്ക് എന്താ പറ്റി? ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കുന്നൊക്കെ ഒരുപാട് പേര് വിലയിരുത്തിയ ഒരു ടീമായിരുന്നു. എന്താണ് 2026 ആയപ്പോൾ എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. എല്ലാ ടീമുകളും വന്ന് കൊട്ടിട്ട് പോവാ. അതിന് ടോപ്പ് ലെവലിൽ ലോ ലെവലിൽ എല്ലാ ടീമുകളും കൊട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് 3-1 പരാജയം ഏറ്റുവാങ്ങിയത്. ഫസ്റ്റ് ഹാഫിലൊക്കെ 0-0 പോയത്. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ 3-1 വിജയം. യുണൈറ്റഡ് 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 15 വിജയം 6 സമനിലയും 9 തോൽവി അടക്കം 51 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്തുള്ള ലിവർപൂളാണ്. ലിവർപൂളും അവസാന മത്സരത്തിൽ സമനില രക്ഷപ്പെട്ടു. ഒരു അവസാന മിനിറ്റുകളിൽ അലിസൺ ബക്കർ എന്ന ഗോൾ കീപ്പറുടെ മിന്നും പ്രകടനം കൊണ്ട് മാത്രമാണ് ലിവർപൂൾ തോൽക്കാതെ, ആൻഫീൽഡിൽ തോൽക്കാതെ പോയതെന്നുള്ള കാര്യം ആലോചിക്കണം. എന്താന്ന് പറഞ്ഞാല് അങ്ങനത്തെ ആയിരുന്നു കളി. ആ കളി കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. 30 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 14 വിജയവും 7 സമനിലയും 9 തോൽവി അടക്കം 49 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്തുള്ള ചെൽസിയാണ്. ചെൽസിയും നമ്മൾ ടോപ്പ് 3-ലോ 4-ലൊക്കെ എത്തുമെന്ന് വിചാരിച്ചാൽ അവരും ഇതേപോലെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 9 സമനിലയും 8 തോൽവി അടക്കം 48 പോയിന്റുമായിട്ട് 7ാം സ്ഥാനത്തുള്ള ബേൺഫോർഡ് ആണ്. 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 6 സമനിലയും 11 തോൽവി അടക്കം 45 പോയിന്റുമായിട്ട്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ എവർട്ടൺ ആണ്. 30 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയം 7 സമനിലയും 11 തോൽവി അടക്കം 43 പോയിന്റുമായിട്ട്. 9ാം സ്ഥാനത്തുള്ളത് ന്യൂ കാസിൽ യുണൈറ്റഡ് ആണ്. 30 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയവും 6 സമനിലയും 12 തോൽവി അടക്കം 43 പോയിന്റുമായിട്ട് 42 പോയിന്റുമായിട്ട്. 10ാം സ്ഥാനത്തുള്ള ബോൺമൗത്ത് ആണ്. 30 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 14 സമനിലയും 7 തോൽവി അടക്കം അവര് 41 പോയിന്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത്.
അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ 40 മുതൽ 50 വരെ ഒരുപാട് ടീമുകളുണ്ട്. അവർക്ക് 1-2 കളി വിജയിക്കുക പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചൊക്കെ മാറും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവസാനം റൗണ്ടിൽ നടന്ന മത്സരങ്ങളുടെ റിസൾട്ടുകളിലേക്ക് നോക്കാം. ആദ്യ മത്സരം നടന്നത് ബേൺലി വിസസ് ബോൺമൗത്ത് ആയിരുന്നു. ബേൺലിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അത് സമനിലയിൽ പിരിഞ്ഞു, രണ്ടുപേരും ഗോൾ അടിച്ചില്ല. അടുത്ത മത്സരം സണ്ടർലാൻഡ് ബ്രൈറ്റനെ സണ്ടർലാൻഡ് ഹോം ഗ്രൗണ്ടിൽ വെച്ച് സണ്ടർലാൻഡിനെ ആഴ്സണൽ ഹോം ഗ്രൗണ്ടിൽ വെച്ച് പരാജയപ്പെടുത്തിയ ശേഷം അവർ 2-3 പ്രാവശ്യം ഇപ്പോൾ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുന്നത് 1-0 ബ്രൈറ്റൺ പരാജയപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അടുത്ത മത്സരം ആഴ്സണൽ എവർട്ടൺ മത്സരമായിരുന്നു. കിഡിലൻ മത്സരമായിരുന്നു. പക്ഷെ അവസാന മിനിറ്റിൽ 88-ാം മിനിറ്റ് ശേഷമാണ് ആഴ്സണൽ 2 ഗോളുകൾ പറഞ്ഞത്. അങ്ങനെ ആഴ്സണൽ ആ കളിയിൽ രക്ഷപ്പെട്ടു തന്നെ പറയാൻ പറ്റും. ഡേവിഡ് റയയുടെ മികവിൽ തന്നെയാണ് ആഴ്സണൽ മുന്നോട്ട് പോയത്. കാരണം അമ്മാതിരി സേവുകളായിരുന്നു എവർട്ടന്റെ ആ ഒരു അറ്റാക്കിന് മുന്നിൽ. അതും ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടാണ്, അതും കൂടി ആലോചിക്കണം. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ചെൽസി വിസസ് ന്യൂകാസിൽ യുണൈറ്റഡ് 1-0 ബ്രിഡ്ജിൽ വന്നിട്ട് ചെൽസിയെ അലക്കിയിട്ടാണ് ന്യൂകാസിൽ പോയിരിക്കുന്നത്. ന്യൂകാസിൽ മുകളിലേക്ക് കയറി വരികയാണ്. അതേപോലെ തന്നെ അടുത്ത മത്സരം നോക്കി കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം യുണൈറ്റഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി 1-1 സമനില പിരിഞ്ഞ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എവേ മത്സരമായിരുന്നു. എന്താണ് റയൽ മാഡ്രിഡ് ആയിട്ടുള്ള കളി, അതേ കളിയുടെ ബാക്കി പത്രം തന്നെയായിരുന്നു ഇവരായിട്ടുള്ള വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ഹാം യുണൈറ്റഡ് എവിടേക്ക് അടക്കം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഈ ഒരു പോയിന്റ് കിട്ടിയതുകൊണ്ട് റെലഗേഷൻ സോണിൽ മുകളിലേക്ക് പെട്ടെന്ന് കയറി വന്നിട്ടുണ്ട്. അവർക്ക് അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അവർ ആ കളി വിജയിച്ച പോലെയാണ് അവരുടെ ഫാൻസ് ആ ഒരു ഗ്രൗണ്ടിലും അതേപോലെ അവരുടെ കോച്ചൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നത്. പെപ് ഗാർഡിയോള പുറത്തിരിക്കുകയായിരുന്നു കളി കണ്ടിട്ടുണ്ട്. അടുത്ത മത്സരം ക്രിസ്റ്റൽ പാലസ് വിസസ് ലീഡ്സ് യുണൈറ്റഡ് ആണ്. അത് സമനിലയിൽ പിരിഞ്ഞു, ഗോളുകൾ 2 ടീം അടിക്കാൻ പറ്റിയില്ല. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഇന്നലെ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസസ് വെസ്റ്റൺ വില്ല മത്സരത്തിൽ 3-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചുവന്ന ചെറുത്താമാരുടെ എന്താ പറയാ വല്ലാത്തൊരു കംബാക്ക് ആയി. മാതിരി സീസൺ എവിടെ കിടന്ന ടീമാണ് എവിടെ എത്തിയിരിക്കുന്നത്, 3ാം സ്ഥാനത്തപ്പോൾ നിൽക്കുന്നത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ നത്തിങ്ഹാം ഫോറസ്റ്റ് വിസസ് ഫുൾഹാം 0-0 സമനില, ഗോളുകൾ അടിക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത മത്സരം നോക്കാൻ ലിവർപൂൾ വിസസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ 1-1 സമനിലയിൽ ആൻഫീൽഡിൽ പോയിട്ട് ലിവർപൂളിനെ കൂട്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ആൻഫീൽഡിന്റെ അവസ്ഥ. എല്ലാവരും വന്ന് സമനിലയും വിജയമൊക്കെ. അത് ടോട്ടൻഹാം ഹോട്ട്സ്പർ ജയിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം. അലിസൺ ബക്കറിന്റെ ഗോൾ കീപ്പറിന്റെ മികവും അതേപോലെ തന്നെ എന്താ പറയാ റിച്ചാർലിസൺ എമ്മാതിരി പെർഫോമൻസ് ആണ് അറിയിച്ചത്. അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും ടോട്ടൻഹാം നിലയിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കിടിലൻ ചാൻസ് ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ഗോളും അടിച്ചത്. ഗോൾ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ടായിരുന്നു. അലിസൺ ബക്കറിന്റെ സേവുകളുടെ മുന്നിലാണ് ഈ 2 ബ്രസീലുകാരും തമ്മിലുള്ള കളിയായിരുന്നു എന്ന് പറയാം. അങ്ങനെ ലിവർപൂളും പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത ബേൺഫോർഡും വോൾസും തമ്മിലുള്ള മത്സരമായിരുന്നു. 2-2 സമനിലിപ്പിച്ചു. വോൾസ് ഇപ്പൊ അവസാനമായിട്ട് പട്ടിന്റെ പരിശ്രമത്തിൽ എന്താണ് അവർക്ക് റെലഗേഷൻ സോൺ മറികടക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 8 റൗണ്ട് മത്സരങ്ങൾ മാത്രമേ വരാനുള്ളൂ. അതിനിടയിൽ കരബാവ് കപ്പും FA കപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസിൽ ഇപ്പോഴും മുൻപിൽ നിൽക്കുന്ന ആഴ്സണലിനാണ്. ആഴ്സണൽ മറികടന്ന് എനിക്ക് തോന്നുന്നില്ല സിറ്റിക്ക് ആ ഒരു കപ്പ് നേടാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതാണ് നമ്മൾ ഇത്ര എഫർട്ട് ഇട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെറിയൊരു കമന്റ് അത് നമുക്ക് വലിയൊരു വീണ്ടും വീഡിയോ ചെയ്യാനുള്ള വലിയൊരു എന്താ പറയാ ഒരു ഊർജ്ജം തരുന്നത്. അപ്പോൾ മറക്കരുത്. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.